ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും ഒരു വലിയ ചർച്ചയാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ലോകകപ്പ് വിജയത്തിലെ നായകനും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റുമായ സഞ്ജു സാംസൺ ടീമിന് പുറത്താണ്. മറുവശത്ത് തുടർച്ചയായ മോശം പ്രകടനങ്ങൾ ഉണ്ടായിട്ടും അഭിഷേക് ശർമ്മയ്ക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നു. ഇത് ശരിക്കും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പാണോ, അതോ ഇന്ത്യൻ ടീമിൽ ചില താരങ്ങൾക്ക് ഒരു മാനദണ്ഡവും മറ്റു ചിലർക്ക് മറ്റൊരു മാനദണ്ഡവുമാണോ? 2026 T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടുമ്പോൾ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു സഞ്ജു സാംസൺ. ടൂർണമെന്റിലുടനീളം ആക്രമണാത്മക ബാറ്റിംഗിലൂടെ ഇന്ത്യയെ വിജയങ്ങളിലേക്ക് നയിച്ച സഞ്ജു 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 321 റൺസ് നേടി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം സ്വന്തമാക്കി. സെമി ഫൈനലിലും ഫൈനലിലും ഉൾപ്പെടെ സമ്മർദ്ദ മത്സരങ്ങളിൽ അദ്ദേഹം പുറത്തെടുത്ത പ്രകടനങ്ങൾ ഇന്നും ആരാധകർ ഓർക്കുന്നവയാണ്. എന്നാൽ ലോകകപ്പിന് ശേഷം അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും നടന്ന പരമ്പരകളിൽ സഞ്ജുവിന് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. അതിന് പിന്നാലെ സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ഈ തീരുമാനമാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ആരാധകരുടെ പ്രധാന ചോദ്യം ഇതാണ്: സഞ്ജുവിനെ മോശം ഫോമിന്റെ പേരിൽ ഒഴിവാക്കാമെങ്കിൽ അതേ മാനദണ്ഡം അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ബാധകമാകുന്നില്ല? അഭിഷേക് ശർമ്മയുടെ 2026 പ്രകടനം പരിശോധിച്ചാൽ ഈ ചോദ്യത്തിന് കൂടുതൽ കരുത്ത് ലഭിക്കുന്നു. ഈ വർഷം 23 T20 മത്സരങ്ങളിൽ നിന്ന് 514 റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ശരാശരി 23.36. 5 അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. എന്നാൽ അതിനൊപ്പം മറ്റൊരു കണക്കും ശ്രദ്ധേയമാണ്. ഈ വർഷം മാത്രം 6 തവണയാണ് അഭിഷേക് 0-ന് പുറത്തായത്. ലോകകപ്പിൽ 3 മത്സരങ്ങൾ തുടർച്ചയായി ഡക്കായി പുറത്തായതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. അതേസമയം സഞ്ജു സാംസൺ 2026 14 മത്സരങ്ങളിൽ നിന്ന് 400 റൺസ് നേടി. അദ്ദേഹത്തിന്റെ ശരാശരി 30.76 ആണ്. സ്ട്രൈക്ക് റേറ്റ് 180-ൽ കൂടുതലാണ്. 3 അർദ്ധ സെഞ്ചുറികൾ നേടി. വെസ്റ്റ് ഇൻഡീസിനെതിരായ 97 റൺസും ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിലെ 89 റൺസും ഫൈനലിലെ നിർണായക ഇന്നിംഗ്സും അദ്ദേഹത്തിന്റെ സംഭാവന എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് മുൻ ഇന്ത്യൻ താരങ്ങളും നിരവധി ക്രിക്കറ്റ് വിദഗ്ധരും ഇപ്പോൾ ചോദിക്കുന്നത്: പ്രകടനം മാത്രം മാനദണ്ഡമാണെങ്കിൽ സഞ്ജു പുറത്തും അഭിഷേക് അകത്തും എന്ന തീരുമാനം എങ്ങനെ ന്യായീകരിക്കും? മുൻ ഇന്ത്യൻ താരം ക്രിസ് ശ്രീകാന്ത് അടക്കമുള്ളവർ സെലക്ഷനിലെ ഈ ഇരട്ടത്താപ്പിനെതിരെ തുടർന്ന വിമർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിരവധി ആരാധകരും സോഷ്യൽ മീഡിയയിലും ഇതേ ചോദ്യമാണ് ഉയർത്തുന്നത്. ലോകകപ്പിലെ നായകനെ ഇത്ര വേഗം മറക്കാൻ പാടുണ്ടോ എന്നാണ് അവരുടെ സംശയം. അതേസമയത്തും മറുവശത്തും ഒരു വാദമുണ്ട്. അഭിഷേക് ശർമ്മ ആക്രമിച്ചു കളിക്കുന്ന ഓപ്പണറാണ്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും മത്സരത്തിന്റെ ഗതി മാറ്റാനുള്ള കഴിവും കണക്കിലെടുത്താണ് ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. യുവതാരങ്ങൾക്ക് തുടർച്ചയായ അവസരം നൽകുന്നത് ഭാവിയെ മുൻനിർത്തിയുള്ള തീരുമാനമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സഞ്ജുവിനും അതേ രീതിയിലുള്ള പിന്തുണ ലഭിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. ലോകകപ്പ് പോലൊരു വേദിയിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ഒരു താരത്തിന് വെറും 2-3 മത്സരങ്ങളുടെ പേരിൽ അവസരം നിഷേധിക്കുന്നത് നീതിയാണോ എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സെലക്ഷൻ സംബന്ധിച്ച വിവാദങ്ങൾ പുതുമയല്ല. എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ലോകകപ്പിലെ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കാരണം വലിയ ടൂർണമെന്റുകളിൽ സമ്മർദ്ദം അതിജീവിച്ച് കളിക്കുന്ന താരങ്ങളെയാണ് സാധാരണയായി എല്ലാ ടീമുകളും കൂടുതൽ വിലമതിക്കുന്നത്. അവസാനം ഒരു കാര്യം മാത്രം പറയാം: ഒരു താരത്തിന്റെ മോശം ഫോമിനെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ എല്ലാ താരങ്ങൾക്കും ഒരേ മാനദണ്ഡം പ്രയോഗിക്കപ്പെടണം എന്നതാണ് ആരാധകരുടെ ആവശ്യം. അഭിഷേക് ശർമ്മയ്ക്ക് ലഭിക്കുന്ന വിശ്വാസം സഞ്ജു സാംസൺ ലഭിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച ഇനിയും തുടരും.